ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരോഹിതൻ സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും ഒറ്റയ്ക്കായിരിക്കില്ല, കൂടെ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടായിരിക്കും പോവുക. വൈദികരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു പഴകിയ ഒരു പ്രസ്താവനയാണിത്. പുരോഹിതൻ്റെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ജീവിതവും സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കുവാൻ മനുഷ്യരെ സഹായിക്കേണ്ടതാണ് എന്ന് പ്രഖ്യാപിച്ച് ജീവിതം കൊണ്ട് അത് അന്വർത്ഥമാക്കിയ വിശുദ്ധ ജോൺ മരിയ വിയാനി ഇക്കാലത്ത് ഈ സത്യം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. ആഴ്സ് എന്ന ഗ്രാമത്തിൽ വാഹനമിറങ്ങി ഇടവക ദേവാലയത്തിലേക്ക് ഉള്ള വഴി ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ വഴി ഞാൻ പറഞ്ഞു തന്നാൽ എന്തു തരുമെന്നാണ് ആ കുട്ടി തിരിച്ച് ചോദിച്ചത്. അതിന് ജോൺ മരിയ വിയാനി കൊടുത്ത ഉത്തരം വൈദികർക്ക് എക്കാലത്തേക്കുമുള്ള ഒരു വലിയ മാർഗരേഖയായി. ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരും. ജീവിത മാതൃകയോടൊപ്പം വിശുദ്ധ കുർബാന, കുമ്പസാരം എന്നീ രണ്ട് വലിയ അത്ഭുത ഉദാശകളോട് പുരോഹിതനുണ്ടായിരിക്കേണ്ട അടങ്ങാത്ത ഒടുങ്ങാത്ത വിശ്വാസം, വിശ്വസ്തത, അർപ്പണം ഇവയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് ഇന്നും ജോൺ മരിയ വിയാനി നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിലെ എല്ലാ നന്മ പ്രവൃത്തികളും ഒന്നിച്ചെടുത്താലും ഒരൊറ്റ കുർബാനയ്ക്കുള്ള വില അതിനില്ല. അതെല്ലാം മാനുഷിക പ്രവൃത്തികളാണ്. വിശുദ്ധ കുർബാനയാകട്ടെ ദൈവത്തിൻ്റെ കരവേലയും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവസേന മണിക്കൂറുകൾ നീണ്ട ആരാധനയിലൂടെ ആഴ്സിലെ ജനങ്ങളെ വിശുദ്ധ കുർബാനയിലേക്ക് അദ്ദേഹം ചേർത്ത് വച്ചു. മനുഷ്യൻ്റെ എക്കാലത്തെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം വിശുദ്ധ കുർബാനയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. വിശുദ്ധ കുർബാനയിൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ പ്രചോദനവും ശക്തിയും നൽകുന്നത് കുമ്പസാരം എന്ന കുദാശയിലൂടെയാണ് എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. കുമ്പസാരക്കുട്ടിലെ രക്തസാക്ഷി എന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. ദിവസേന 18 മണിക്കൂറോളം കുമ്പസാരിപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും സ്നേഹവും പകരുന്ന ഉപകരണമാക്കി ജോൺ മരിയ വിയാനിയെ ദൈവം രൂപാന്തരപ്പെടുത്തി. നരക കവാടത്തിൽ ഒരു വൈദികൻ കുമ്പസാരിപ്പിക്കാനുണ്ടെങ്കിൽ നരകത്തിൽ ആരും തന്നെ അവശേഷിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈദികൻ എത്ര മഹോന്നതൻ! സ്വർഗത്തിൽ മാത്രമേ അവൻ്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. ഈ ലോകത്തിൽ വച്ച് അത് അവൻ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ദൈവസ്നേഹ പാരമ്യത്തിൽ തൽക്ഷണം പുരോഹിതൻ മരിച്ചു വീഴുമായിരുന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരോടും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തോടും പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഈ വാക്കുകൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ ഇന്ന് ഓർമ്മിച്ചു വയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ അറിവും പാണ്ഡിത്യവും ഡിഗ്രിയുമൊന്നും വൈദിക ജീവിതത്തിന് ഒരിക്കലും അലങ്കാരമാകുന്നില്ല. അന്നും ഇന്നും എന്നും പൗരോഹിത്യ പദവിയുടെ യോഗ്യതയും ദൈവജനം പുരോഹിതരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് അന്ന് ആ മെത്രാൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അതിങ്ങനെയാണ്: ജോണിന് വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും അനുസരിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അവന് ഞാൻ പൗരോഹിത്യം നൽകും. പണ്ഡിതന്മാരെക്കാൾ ഭക്തിയും ജീവിത മാതൃകയുമുള്ള വൈദികരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. ആഴമായ അറിവും ബുദ്ധിസാമർഥ്യവും വലിയ കഴിവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത വൈദികരെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുള്ളത് സഭാചരിത്രം നമ്മെ എന്നും പഠിപ്പിക്കുന്നതാണ്. പുരോഹിതനും ദൈവജനവും ദൈവവും പരിപൂർണമായും ഒന്നുചേരുന്ന വിശുദ്ധ കുർബാന എന്ന മഹോന്നതമായ ബലിയിലൂടെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തെ സമന്വയിപ്പിച്ച് സമർപ്പിച്ച് ബലിയർപ്പിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരുടെ പ്രത്യേക മധ്യസ്ഥനായി മാറി. ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൽ വരുത്തിയ മാറ്റങ്ങൾക്കിടയിലാണ് ജോൺ മരിയ വിയാനി കടന്നു വരുന്നത്. വൈദികരുടെ തന്നെ എതിർസാക്ഷ്യങ്ങളും അവരുടെ നിഷ്കളങ്കതയും അധ്വാനശീലവും പ്രാർത്ഥനാ ചൈതന്യവുമില്ലാത്ത ജീവിതവും ഭരണകൂടത്തിൻ്റെ എതിർപ്പുകളും പീഡനങ്ങളും ഒരുപോലെ തകർത്ത് കളഞ്ഞ പുരോഹിതൻ്റെ സ്ഥാനമാണ് അദ്ദേഹം വീണ്ടെടുത്തത്. പ്രാർത്ഥിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പരിഹാരം ചെയ്യാൻ മടി കാണിച്ചവർക്ക് വേണ്ടി അദ്ദേഹം തന്നെ പരിഹാരം ചെയ്തു. ജനങ്ങളുടെ വേദനയും യാതനയും അദ്ദേഹം സ്വന്തമാക്കി മാറ്റി. ജോൺ മരിയ വിയാനിയുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ജീവിത മാതൃകയും വഴി ആഴ്സിലെ ജനങ്ങൾ മദ്യപാനാസക്തി,
വിശ്വാസച്യുതി, വിഷയാസക്തി, ചൂതാട്ടങ്ങൾ, അങ്ങനെ മറ്റ് തിന്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങി മാനസാന്തരപ്പെട്ട് ജീവിത നവീകരണം നടത്തി വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ തുടങ്ങി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ജീവിതവും പ്രവർത്തനങ്ങളും ആരംഭിച്ചാലുള്ള ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ആഴ്സിലെ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് വിശുദ്ധ കുർബാനയിൽ നിത്യേന പങ്കെടുക്കുവാൻ അവരെ ജോൺ വിയാനി പരിശീലിപ്പിച്ചു. ആഴ്സ് എന്ന ഇടവക ദിവികാരുണ്യ സമൂഹമായി മാറിയപ്പോൾ ജോൺ വിയാനി വിളങ്ങിയിരുന്ന വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും ആഴ്സിൻ്റെ മുഖമുദ്രയായി മാറി. പിൽക്കാലത്ത് ആഗോള കത്തോലിക്ക സഭയിൽ അത് വലിയ മാതൃകയായി മാറുകയും ചെയ്തു. ഫ്രാൻസിൽ പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ചൈതന്യവും കുറഞ്ഞപ്പോൾ, വിശ്വാസ തീക്ഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചപ്പോൾ, അലസതയും ദുർമാർഗ ജീവിതവും വർദ്ധിച്ചപ്പോൾ, തർക്കങ്ങളും കലഹങ്ങളും വിദ്വേഷവും നാട്ടിൽ പെരുകിയപ്പോൾ ക്രിസ്തു പറഞ്ഞ പരിഹാരമാർഗം മാത്രമാണ് മരിയ വിയാനി സ്വീകരിച്ചത്. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം വിട്ടുപോവുകയില്ല. 2 മണിക്കൂർ മാത്രം ഉറങ്ങി മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും വെള്ളവും മാത്രമായി ആഹാരം. പ്രിയപ്പെട്ട ഗുരുനാഥനായ ബെയ്ലി അച്ഛൻ നൽകിയ മുള്ളുകൊണ്ടുള്ള അരഞ്ഞാണം ധരിച്ച് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു. അവസാനം ദൈവം പറഞ്ഞു, നീ എൻ്റെ സഹനത്തിൽ പങ്കാളിയാകുന്നു, എൻ്റെ മഹത്വം നീ കാണും. അറിവോ കഴിവോ ജ്ഞാനമോ ഇല്ലാതിരുന്ന, ആരും വലിയ വില കൽപ്പിക്കാതിരുന്ന ഒരു സാധാരണ പുരോഹിതൻ്റെ അധരത്തിൽ നിന്നും ദൈവിക ജ്ഞാനം കവിഞ്ഞൊഴുകി അനേകാര്യങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരികെ എത്തിച്ചു. ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അവർ തിരിച്ചറിഞ്ഞു. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്ന ബോധ്യം അവരിൽ നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട്, അമ്മേ, ആത്മാക്കളുടെ മാനസാന്തരം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അദ്ദേഹം ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന നിരാശയും ഒറ്റപ്പെട്ടു പോയി എന്ന വിഷാദവും വല്ലാതെ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഈ കാലത്ത് കുർബാനയും കുമ്പസാരവും നൽകുന്ന സമാശ്വാസത്തിൽ ജീവിക്കുവാൻ വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് അവസാനം വരെ സഹിച്ചിരിക്കുവാനുള്ള വലിയ ശക്തി വിശുദ്ധ ജോൺ മരിയ വിയാനി നമുക്ക് യേശുവിൽ നിന്നും എന്നേക്കും വാങ്ങിത്തരട്ടെ. ആമേൻ.